ഇന്ന് സോഷ്യൽ മീഡിയ ന്യൂസ് ചാനൽ മൊത്തം കാണുന്ന സമയത്ത് അല്ലു അർജുന്റെ അറസ്റ്റിനെ തുടർന്നുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. പുഷ്പ റിലീസിനെ തുടർന്ന് തിക്കും തിരക്കിൽ വിട്ട് സ്ത്രീ മരിച്ചതിനെ തുടർന്ന് നടൻ അല്ലു അർജുനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്ക് റിമാൻഡും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ് കാരണം എടുത്തിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല അല്ലേ. അതിൽ ന്യൂസിൽ പറയുന്ന കാര്യം കേട്ടെന്ന് വെച്ചാൽ 4-ാം തീയതി പുലർച്ചെ ഉണ്ടായ ഫസ്റ്റ് ഷോ സമയത്ത് ഒരു അനൗൺസ്മെന്റ് കൊടുക്കാതെ അല്ലു അർജുൻ ആ ഒരു തിയേറ്ററിലേക്ക് എത്തിയതിനെ തുടർന്നാണ് തിക്കും തിരക്കുണ്ടായത്. ഇതിനെ തുടർന്ന് ആ ഒരു തിരക്കിനെ നിയന്ത്രിക്കാൻ വേണ്ടി ബോക്സേഴ്സ് ഇല്ലേ, നമ്മളെ ഈ ബോഡി ഗാർഡായിട്ട് നിൽക്കുന്ന ആളുകൾ ആ ഒരു തിരക്കിനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു തിരക്കിലും പെട്ടാണ് സ്ത്രീ മരിച്ച രീതിയിലൊക്കെ ന്യൂസിൽ കണ്ടു. ആ ഒരു സംഭവത്തെ തുടർന്ന് മനഃപൂർവ്വമല്ലാത്ത നേരത്തേക്ക് അല്ലു അർജുനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. 14 ദിവസത്തേക്ക് റിമാൻഡും കാര്യം ചെയ്തിട്ടുണ്ട്. ദുഃഖകരമായ വാർത്ത തന്നെയാണ് സംഭവം. സ്ത്രീ മരണപ്പെട്ടു. പക്ഷെ എന്തായാലും ആ ഒരു കേസിന്റെ ഒക്കെ ഒരു പോക്ക് പോകുന്നു നോക്കില്ലേ. ഈ ഒരു സിനിമ ഇറങ്ങി നല്ലൊരു വിജയം കൈവരിച്ച സമയത്ത്, നല്ല രീതിയിൽ പോകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു ദുഃഖകരമായ ഒരു വാർത്ത 2 തരത്തിലാണ് വെക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഒന്ന്, ആ ഒരു സ്ത്രീ മരണപ്പെട്ടു, രണ്ടാമത്തെ അല്ലു അർജുൻ അറസ്റ്റ് ചെയ്തു. ലോകമെമ്പാടുള്ള അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഇതൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും മാറി അദ്ദേഹം പുറത്തേക്ക് വരട്ടെ. ഇങ്ങനെ നിയമത്തിന്റെ വശങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഒന്നും അറിയാതിരിക്കുന്ന ഒരു നടൻ ഇത്തരത്തിലൊരു കേസിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും അവസ്ഥയാണ്. പെട്ടെന്ന് തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് അദ്ദേഹം പുറത്തേക്ക് വരട്ടെ.